ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് യുവതലമുറയെ നയിക്കേണ്ടുന്ന വിധം. നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയമായി വളർത്തുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് ആ ശക്തികൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി അവർ ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കുന്നതിന് വേണ്ടിയാണ്. അതിനായി നാം തന്നെ അവർക്ക് വേണ്ടി ഒരു മാതൃകയായിരിക്കണം. അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻമാർക്കാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വേദപുസ്തക പരിജ്ഞാനത്തിലൂടെ മക്കളെ നയിക്കുവാൻ നാം ശ്രമിക്കണം. എപ്പോഴും ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്നും ഉദ്ധരിക്കണം. അതിനായി നാം നമ്മുടെ സമയത്തെ ശരിയാവണ്ണം ഉപയോഗിക്കണം. നമ്മൾ അത് പാലിക്കുന്നവരുമാണ് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്നതിനോടൊപ്പം നമുക്ക് തന്നെ അതിലൊരു സംശയം ഉണ്ടാകാതെ നമ്മളത് പാലിക്കുന്നവർ ആയിരിക്കണം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വീട് ഒരു മന്ദിരമായിരിക്കണം, സ്വർഗതുല്യമായിരിക്കണം. മാതാപിതാക്കൾ ജീവിതശൈലിയും ഭക്തിയും മാതൃകയും കാട്ടിക്കൊടുക്കുന്നവർ ആയിരിക്കണം. അവരെ അനുസരണയോടുകൂടി വളർത്തണം. മറ്റുള്ളവരുമായി അവരെ താരതമ്യം ചെയ്യാതെ വളർത്തണം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, A+ കിട്ടുന്ന കുട്ടികളുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ താരതമ്യപ്പെടുത്തുകയും അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവർ ദുഃഖിതരായിത്തീരുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. അങ്ങനെ ആ താരതമ്യം ചെയ്യുന്ന ആ പ്രവണത ഇല്ലാതെയാക്കി അവൻ്റെ കഴിവെന്താണെന്ന് മനസ്സിലാക്കി അവളുടെ കഴിവെന്താണെന്ന് മനസ്സിലാക്കി അവളെ അതിൻ പ്രകാരം മുമ്പോട്ട് നയിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അവരെ സൺഡേ സ്കൂളിൽ അയക്കണം. അപ്പോൾ മാതൃകാപരമായി ജീവിക്കുന്ന അധ്യാപകരെ നോക്കി അവരുടെ ജീവിതശൈലിയിൽ ഒരു സ്റ്റെപ്പ് കൂടി നന്നാക്കിയെടുക്കുവാൻ അവർക്ക് സാധിക്കും. നമുക്ക് അവരെ നേരാവണ്ണം നയിക്കണമെങ്കിൽ നമുക്ക് ഉള്ളതുപോലെ തന്നെ അവരെയും ദൈവഭക്തി ഉള്ളവരാക്കി മാറ്റിയെടുക്കുവാൻ നാം സമയോചിതമായി മിതമായി ഇടപെട്ട് നമ്മുടെ വചനങ്ങൾ അവരുടെ മനസ്സിൽ പാകി മുളപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വേദഭാഗ്യം സദൃശവാക്യങ്ങൾ 1:7 മുതലുള്ള ഭാഗങ്ങളാണ്. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. മകനെ അപ്പൻ്റെ പ്രബോധനം കേൾക്കാം, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അവ നിൻ്റെ ശിരസിന് അലങ്കാരമാലയും നിൻ്റെ കഴുത്തിന് സരപ്പുളിയുമായിരിക്കും. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴി പെട്ടുപോകരുത് എന്നും അതിൽ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വസ്തുതകൾ കുഞ്ഞിലെ തന്നെ ആ കുരുന്ന് മനസ്സിൽ പതിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ മാത്രം ചുമതല അല്ല, പിന്നെയോ സൺഡേ സ്കൂൾ അധ്യാപകരുടെയും ഉത്തരവാദിത്വം ആണ് എന്നുള്ളത് മറന്നു പോകരുത്. അതിനായി നാം അറിഞ്ഞിരിക്കേണ്ട തിരുവചനമാണ് സദൃശവാക്യം 22:6. ബാലൻ അഭ്യസിക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിച്ചാൽ അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് മാറിപ്പോവുകയില്ല എന്നുള്ള ഭാഗം മാതാപിതാക്കളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈ കാര്യം മാതാപിതാക്കൾ മനസ്സിലാക്കി അവരെ നയിക്കണം. ഒരു കുഞ്ഞിനെ ഒരു കാര്യം നമ്മൾ 7 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ അവൾ ഒരിക്കലും അത് മറക്കില്ല എന്നുള്ള സൈക്കോളജിക്കൽ തിയറി നാം മറക്കാതെ പാലിക്കണം. ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ മോശെയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും വായിച്ചു കളയും എന്ന് പറയുന്നു. ഈ പേടി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായാൽ മാമോദീസയിലൂടെ, മൂറോനഭിഷേകത്തിലൂടെ, ആദ്യ കുർബാനാനുഭവത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ പരിശുദ്ധാത്മവരം നമ്മൾ പാപത്തിലൂടെ ഇല്ലാതാക്കി നമ്മുടെ പേര് പുസ്തകത്തിൽ നിന്നും നീക്കിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതും അവർ അറിഞ്ഞിരിക്കണം. അതിനായി നമുക്ക് വെളിപ്പാട് പുസ്തകം 20:15 എടുത്തു നോക്കാം. അതിൽ പ്രകാരം പറയുന്നു: ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവനെയും ഞാൻ തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന്. ആ തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് തെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഈ പേടി ചെറുപ്പത്തിലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ വിവരിക്കേണ്ടതുണ്ട്. അവർക്ക് ധൈര്യം കൊടുക്കുന്നതിനായിട്ട് നമ്മൾ കാണേണ്ടതായ ഒരു വേദഭാഗം ഉണ്ട്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം എടുത്ത് നമ്മൾ നോക്കുമ്പോൾ
അതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ധൈര്യം അവൻ്റെ ലക്ഷ്യത്തിൽ ഉണ്ട് എങ്കിൽ, ഈ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിനായിട്ട് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നതായ ഒരു ഭാഗമുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇത് വളരെ ധ്യാനിച്ച് വായിച്ചു നോക്കണം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് ഇവിടെ പറയുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തിരുവചനം നമ്മളോട് സാക്ഷിക്കാൻ ഇവിടെ ചെയ്യുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നാണ്. മർക്കോസ് എവൻഗേലിയോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു എന്ന് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ പതിയുന്നുവെങ്കിൽ അവർ ഒരിക്കലും തെറ്റിപ്പോവുകയില്ല എന്ന് നമുക്ക് ഉറക്കേണ്ടതുണ്ട്. കുർബാനയിൽ സംബന്ധിക്കുന്നതിലൂടെയും കുർബാന അനുഭവിക്കുന്നതിലൂടെയും എന്താണ് പ്രയോജനമെന്ന് അവരുടെ ഉള്ളിൽ അവർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനായിട്ട് നമ്മൾ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം അവരുടെ ഹൃദയത്തിൽ അങ്കുരിപ്പിക്കണം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ആ കുഞ്ഞിന് എൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 6-ാം അധ്യായം 48-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു എന്നാണ്. 47-ൽ പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാണ്. 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ടു എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ഈ വേദഭാഗം പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അതിൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പന പ്രമാണിക്കണം എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ നല്ല വിശ്വാസം ഉള്ളവരായി ജീവിക്കണം. അതിനായി എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നാണ്. അങ്ങനെ വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ടെൻഷൻ ഫ്രീ ലൈഫ് ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ള വിവരം നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ആധുനിക ലോകത്ത് നാം കാണുന്നതും കേൾക്കുന്നതും വളരെ ദുഃഖവും പ്രയാസവും പകരുന്ന കാര്യങ്ങളാണ്. അതിനാൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ്. രണ്ടാമത്തേത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ്. അവർക്ക് പേടിയാണ് തോൽവിയെ നേരിടുവാൻ. ഈ പ്രവണത മാറ്റി എടുക്കണമെങ്കിൽ അവരിൽ ആത്മവിശ്വാസം പകരണം. അതിനായി അവരെ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കണം. അവർ പിന്നെ അവരുടെ ദൈവനെ നശിപ്പിക്കുകയില്ല എന്ന് നമുക്ക് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് വില കൊടുക്കും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ തിരുവചനം ആര് ഓർക്കുന്നുവോ അവൾ തെറ്റായ പാതയിലൂടെ സഞ്ചരിച്ച് അവസാനം ജീവനെ ഉപേക്ഷിക്കുകയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് മർക്കോസ് ശ്ലീഹാ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം
36 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അതായത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം എന്നത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ആയതിനാൽ നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മറക്കാതെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കും. പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ദൈവം നമുക്ക് പ്രതിഫലം തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായി നമുക്ക് ഒരു വേദഭാഗം കൂടെ നോക്കാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിച്ചു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. പൗലോസ് ശ്ലീഹ ഉദ്ധിതനായ കർത്താവ് പറഞ്ഞത്, നിനക്ക് കൃപ മതി എന്ന് പറഞ്ഞത് അവൻ ശിരസ വഹിച്ചുകൊണ്ട് അവൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെയും അവൻ സഹിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുകയും ചെയ്തവനാണ്. ആ കൃപ നമ്മിലെപ്പോഴും ഉണ്ടായിരിക്കത്തക്കവണ്ണം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ തലമുറയെ കൂട്ടി നല്ല ഒരു ഭാവി അവർക്ക് ലഭിക്കത്തക്കവണ്ണം പ്രവർത്തിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായി എപ്പോഴും നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനം 5-ാം എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇതിവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.